ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറാണ്. ഫയൽ റീഡിംഗ് എടുക്കാം നമുക്ക്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഒരു പയൽ റീഡിംഗ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ഞാനിവിടെ 2 കാർഡ്സ് എടുക്കാം. ഇത് പയൽ നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 1 ആണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഗ്രൂപ്പ് നമ്പർ 1, ഇത് ഗ്രൂപ്പ് നമ്പർ 2. അപ്പം നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാർഡ് ചൂസ് ചെയ്യുക കേട്ടോ. ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1, ഇത് ഗ്രൂപ്പ് നമ്പർ 2. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്തായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? ആദ്യം നമുക്ക് നിങ്ങളുടെയും പേഴ്സണലി കറൻറ്റ് എനർജി എന്താണെന്നുള്ളത് എടുക്കാം. എന്താണ് നിങ്ങളുടെയും പേഴ്സണലി കറൻറ്റ് എനർജി? ഓക്കെ, നിങ്ങളുടെ എനർജിയിൽ ഇവിടെ മൂവ് ഓൺ എന്നൊരു കാർഡാണ് വന്നിട്ടുള്ളത്. ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകാം ഇപ്പം ഈ കറൻ്റ്ലി ഒരു ഇതിൽ. അതിൻ്റെ റീസൺ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഡിസെപ്ഷൻ ആൻഡ് എൻവിയാണ് വന്നിട്ടുള്ളത്. ഒരു ചതിയുടെ എനർജിയാണിത്, വഞ്ചന, ചതി. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ട് പോയ ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം നിങ്ങളിവിടെ മൂവ് ഓൺ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാലോ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്, നിങ്ങൾക്കറിയാലോ. അപ്പം നിങ്ങളുടെ എനർജിയിൽ നിങ്ങളിപ്പം മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെയാണ്. നിങ്ങളുടെ പേഴ്സൺ എനർജിയിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആണിത്. ഓക്കെ, അത് അവർക്ക് അറിയാം. അത് ക്ലാരിറ്റി നോക്കാം, ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത്. സോ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇതൊരു ഡിസ്റ്റൻസ് ആണ് കാണിച്ചു തരുന്നത്. രണ്ടുപേരും തമ്മിലിപ്പോൾ ഡിസ്റ്റൻസിലാണ്. കോണ്ടാക്ട് കുറവായിരിക്കാം, അല്ലെങ്കിൽ കോണ്ടാക്ട് ഉണ്ടാവില്ലായിരിക്കും. മൂവ് ഓൺ എന്ന് പറയുമ്പോൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. നമുക്ക് ഫ്യൂച്ചറിലേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും, ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ 10 ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് നോക്കുമ്പം 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ പേഴ്സൺ എന്ന് കാണുന്നുണ്ട്. സോ അവർക്ക് ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ അത് ഒരുപാട് ടൈം കഴിഞ്ഞിട്ടായിരിക്കും ഇവർ എടുക്കുക. അതായത് ഒരു ലോങ് ടേം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവർ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. മൂന്നാണ് നിങ്ങളുടെ എനർജി എങ്കിലും നിങ്ങൾ ഇവരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് ലേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബിക്കോസ് ഇവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ഒരു റെസ്പോൺസിബിലിറ്റി കാരണം തന്നെ ഇവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. ഇവർക്ക് ആഗ്രഹമുണ്ട് ഒരു നെക്സ്റ്റ് ആക്ഷനിൽ ഒരു പുതിയ ലൈഫ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഇവർക്ക് ആഗ്രഹമുണ്ട്. അതായത് പാസ്റ്റിനെ വിട്ടിട്ട് ഒരു ന്യൂ ലൈഫ്. അതായത് ഇപ്പം ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടു നിങ്ങളുടെ ഇടയിൽ ഒരു ചതി നടന്നിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടു. അങ്ങനെ ആയിരിക്കുമ്പം ഇവർക്ക് ആ പാസ്റ്റിനെ വിട്ട് കളഞ്ഞിട്ട് ന്യൂ പേഴ്സൺ ആവുക, പുതിയ സ്നേഹം തരിക, പുതിയ ജീവിതം തരിക എന്നുള്ള രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ്. അതാണ് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് ഇവർ വെച്ചേക്കുന്നത്. അതാണ് ഇവരുടെ ആഗ്രഹം കേട്ടോ. ആൻഡ് ഇവിടെ വന്നിട്ടുള്ളത് 4 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളോടുള്ള ഇഷ്ടം ഇപ്പോഴും സേവ് ചെയ്ത് വെച്ചേക്കുകയാണ്. ആ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഷ്ടം ഇവർക്ക് നിങ്ങളടുത്ത് സ്പ്രെഡ് ചെയ്യണം. ആൻഡ് നിങ്ങളെ കാണാൻ വരണം, നിങ്ങളെ കൂടെ കൂട്ടണം, കൊണ്ടുപോകണം, അവരുള്ള സ്ഥലത്തോട്ട് നിങ്ങളെ കൊണ്ടുപോകണം. അപ്പോൾ ഇതാണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു റിയൂണിയൻ ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. ആ പേഴ്സൻ്റെ മനസ്സിൽ ഈ ഒരു ചതി നടന്നതായിട്ട് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് തിരുത്തണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേം എടുക്കും. അതിൻ്റെ റീസൺ സ്ട്രെസ്സാണ് ആൻഡ് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്താണ് സംഭവിക്കുക, നിങ്ങളുടെ ഇടയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്?
ഫ്യൂച്ചർ എന്തായിരിക്കും? ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ഏസ് ഓഫ് സൂട്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയിൽ ഈഗോസ് ഉണ്ടാകും. പോകെ പോകെ ഈഗോകൾ കൂടി വരത്തേ ഉള്ളൂ. ഹൈ പ്രീസ്റ്റസ് ആണ്. ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ് ഹൈ പ്രീസ്റ്റസ് കാണിച്ചു തരുന്നത്. ഹാങ്ഡ് മാനാണ്. സ്റ്റക്ക് എനർജിയാണ്. 2 ഓഫ് വൺസ്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം ഈ പേഴ്സൻ്റെ ആഗ്രഹമാണ് നമ്മൾ കണ്ടത്. നിങ്ങൾക്കൊരു ലൈഫ് തരണം, നിങ്ങളിലേക്ക് പാസ്റ്റ് എന്താണെങ്കിലും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് തരണം എന്നൊക്കെ ഉള്ളത് അവരുടെ ആഗ്രഹമാണ്. പക്ഷെ ഇവിടെ ഫ്യൂച്ചറിൽ എന്തായിരിക്കും, റിയാലിറ്റിയിൽ എന്തായിരിക്കും സംഭവിക്കുക, യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എന്തായിരിക്കും ആക്ഷൻ എന്ന് നോക്കുമ്പം ഇവിടെ ഏസ് ഓഫ് വൺസും ഹൈ പ്രീസ്റ്റസും ഹാങ്ഡ് മാനും 2 ഓഫ് വൺസും ആണ്. ഇത് നിങ്ങൾ എങ്ങനെ ഒന്നിച്ചാലും നിങ്ങൾക്ക് റിയൂണിയൻ പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. റിയൂണിയൻ നടന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഈ 2 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. കൺഫ്യൂഷൻ എഗെയിൻ ഈ പേഴ്സൺ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ കൺഫ്യൂഷൻ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓൺ ആൻഡ് ഓഫ് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ഈ പേഴ്സൺ പിന്നെയും സ്റ്റക്കാവും. ഈ സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെയും സ്റ്റക്കാവുന്ന സമയത്ത് ഇവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ എന്താവും, പിന്നെയും ഇത് ഒരു എലോൺ പോലെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുന്ന എനർജിയിലേക്ക് വരും. പിന്നെയും ഇത് റീഓപ്പൺ ആകും. അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത്. വിക്ടറി വരും, പക്ഷേ പിന്നെയും സ്റ്റക്ക് എനർജി വരും, കൺഫ്യൂഷൻ വരും. ഇത് ഇങ്ങനെ റൊട്ടീനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. മെയിൻലി ഇവിടെ റീസൺ ആയിട്ട് ഈ പേഴ്സൻ്റെ ഈ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കാണിച്ചു തരുന്നത്. അവർക്ക് എന്തോ ഒരു സ്ട്രെസ് ഉണ്ട്. അത് ലൈഫ് ലോങ് അവർക്കുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ ഇറങ്ങുന്ന സമയത്ത് എക്സ്ട്രാ സ്ട്രെസ് വരും. ആ സ്ട്രെസ് വരുന്ന സമയത്ത് ബാക്കിയുള്ളതിനെല്ലാം ഇവർ ബ്രേക്ക് ചെയ്ത് ഇവരുടെ ലോകത്തിലിരിക്കും. ഓക്കെ, അപ്പം അതാണ് ഈ റീസൺ ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. അതാണ്. അപ്പം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇവിടെ ഇവർ കൂടെ വന്നാലും പിന്നെയും നിങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്ക് ഇവിടെ അഗെയിൻ വന്നുകൊണ്ടിരിക്കും. ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാണുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഒരു ഗൈഡൻസ് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ഇപ്പം പ്രതീക്ഷിച്ച് ഇപ്പോൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണ്? വോംസ്, ഫോബിയാസ്, സ്പിരിച്വാലിറ്റി ആൻഡ് റിലീജിയൻ. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ നിന്നും ഒളിച്ചോടാം. ഓക്കെ, അതായത് ഈ മൂവ് ഓൺ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് ഈ പേഴ്സൺ ഇപ്പം അഗെയിൻ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ സ്വീകരിച്ച് കഴിയുമ്പം അത്രയും 100% ട്രസ്റ്റ് കൊടുക്കാതിരിക്കുക. ഓക്കെ, അതായത് ട്രസ്റ്റ് കൊടുത്താലും നിങ്ങളെ അഗെയിൻ ഇപ്പം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാതിരിക്കുക. സോ നിങ്ങൾക്ക് ഹാപ്പി തരുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ട്രാവൽ ചെയ്യുക. അതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഹാപ്പി ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. മറ്റുള്ളവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അങ്ങനെ ഫാമിലീൻ്റെ കൂടെ അങ്ങനെ, അതായത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിൻ്റെ കൂടെ നിങ്ങൾ ടൈം കൊടുക്കുക എന്നുള്ളത് കാണുന്നു. പേഴ്സൺ വന്നോട്ടെ, കോണ്ടാക്റ്റ് നിന്നോട്ടെ, പക്ഷെ നിങ്ങളെ മറന്നു പോവാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ മെയിൻലി. സ്പിരിച്വാലിറ്റി പറയുന്നുണ്ട് സെൽഫ് ലവ് ആണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആകാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു അവസ്ഥ ഇവർ ഈ വന്നു പോകുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് സ്വയം ചോദിക്കും, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചേക്കാം. ഓക്കെ, കാരണം ഈ സിറ്റുവേഷൻ ഇങ്ങനെ വരുമ്പം ഇത് വേദനയാണല്ലോ. സന്തോഷം തരുന്നു, വേദന തരുന്നു, സന്തോഷം തരുന്നു. ഇതിങ്ങനെ റിപ്പീറ്റ്ലി സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവും. അപ്പം അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സ്പിരിച്വാലിറ്റി ആൻഡ് ഒട്ടും നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ യൂണിവേഴ്സിൻ്റെ അടുത്ത് സറണ്ടർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ആൻഡ് കറൻറ്റ് എനർജി ഇതാണ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ഓർ സബ് ചെയ്യുക കേട്ടോ. ഇനി ഗ്രൂപ്പ് നമ്പർ 2ൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഗ്രൂപ്പ് നമ്പർ 2 പൈൽ നമ്പർ 2 നമ്മൾ എടുത്തത് ഈ ഒരു കാർഡാണ്. സോ ഈ കാർഡ് സെലക്ട് ചെയ്ത ആളുകളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് ഫ്യൂച്ചർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്? അതിനു മുൻപേ നമുക്ക് എനർജി എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി എന്താണെന്നുള്ളത് എടുക്കാം.
നിങ്ങളുടെ എനർജി ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ച് ആണ്. ആൻഡ് പേഴ്സൻ്റെ എനർജി എന്താണ്? ഓക്കെ, ഈ പോസിറ്റീവ് മൂമെൻറ്റിന് നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡും കൂടി എടുക്കാം. മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം ചാലഞ്ച് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പോലെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ പേഴ്സൺ വരുന്നു പോകുന്നു എന്നുള്ളത് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം തേർഡ് പാർട്ടീസിൻ്റെ അടുത്ത് മത്സരിക്കേണ്ടി വരുന്നൊരവസ്ഥ, കോമ്പറ്റീഷൻ പോലെ ഫേസ് ചെയ്യേണ്ടി വരിക, ഈ പേഴ്സണോട് തർക്കിക്കേണ്ടി വരുന്നൊരവസ്ഥ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്തെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾക്കിത് ഭയങ്കര സ്ട്രഗിളിങ്ങും ആയിരിക്കാം. നിങ്ങളുടെ എനർജി ഭയങ്കര ലോസ് ആയി പോകുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി ഇങ്ങനെയാണ്. നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുമ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ പ്രിയോറിറ്റി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് എന്താണോ അതിൽ അവർ മൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഇപ്പോഴും ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ല. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ അവർക്കൊരു തലവേദന പോലെയാണ്, അല്ലെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ അങ്ങനെയുള്ളൊരു സ്ട്രഗിളിങ് ഉണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് എന്ത് സ്ട്രഗിളിങ് ഉണ്ടെങ്കിലും അവരതിനെ വലിയ ഇങ്ങനെ ഹോപ്പ് കൊടുത്തോ വലിയ ഇങ്ങനെ താങ്ങി നിർത്തുന്ന പോലെ ഇല്ല. പകരം അവർക്ക് വേണ്ടത് എന്താണോ പകൽ ടൈം ഫുൾ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിങ്ങളുടെ എനർജിയുടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കോൺസെൻട്രേഷനൊന്നും കിട്ടുന്നില്ല, നിങ്ങൾക്ക് കുറച്ച് എനർജി ലോസ് ആണ്. നിങ്ങൾക്കറിയാം സിറ്റുവേഷൻ എന്താണെന്നുള്ളത്, നിങ്ങൾക്കറിയാം നിങ്ങളെന്തോ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ, റിലേഷൻഷിപ്പിന് ഒരു ചാലഞ്ചായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് പോലെയാണ് കാണുന്നത്. ഓക്കെ, ഇനിയിപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. അതായത് ഇപ്പം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ചാലഞ്ച് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷൻ ഇപ്പം ഈ പേഴ്സണും അറിയാം ഈ സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവർക്കൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് നോക്കാം. റിവേഴ്സ്ഡ് ആണത്. ഇതും റിവേഴ്സ്ഡ് ആണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ കുറച്ചും കൂടി എന്താ പറയുക, ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയുടെ, അതായത് നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഇതൊരു ചെറിയൊരു സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് ഒരു ചെറിയ സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് ഭയങ്കര സംഭവമായിരിക്കും. ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ക്യാരക്ടർ ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കും. അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടക്കുമ്പം നിങ്ങളെ അത് ഭയങ്കര പൊസസീവ്നെസ്, അല്ലെങ്കിൽ നിങ്ങളെ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ അത് അറിയാം. പക്ഷേ എങ്കിലും അവരിതിലൊരു തീരുമാനം ഉണ്ടാക്കില്ല. ഇവർ കണ്ടിന്യൂസ്ലി അങ്ങനെ തന്നെ പോകും എന്നുള്ളതാണ് നെക്സ്റ്റ് ആക്ഷൻ. അതായത് അവർക്ക് അവരുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അവർ നിങ്ങളോട് സ്നേഹത്തോട് സംസാരിച്ചാൽ, അല്ലെങ്കിൽ ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, ഇനി എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പോലും അവർ അഗെയിൻ ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ ഇങ്ങനെ അഗെയിൻ തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവർക്കതൊരിക്കലും, നിങ്ങൾ ഈ സിറ്റുവേഷൻ ആലോചിച്ചിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഡൗൺ ചെയ്തിരിക്കുന്ന സമയത്ത് പോലും ഇവർക്ക് ചെയ്യേണ്ട ഹാപ്പിനെസ് എന്താണോ അവരതിൽ ഉറങ്ങും, ഫുഡ് കഴിക്കും, ഇവർക്ക് എവിടെ പോകണോ അവിടെ പോകും, അങ്ങനെയുള്ളൊരു എനർജിയിലാണ് ഇവർ. ഓക്കെ, അതായത് ഇവർക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു റിഗ്രറ്റ് ആയിട്ടൊന്നും ഇല്ല. ബിക്കോസ് ഇവർക്ക് ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോകുന്നതിൽ അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഡിസ്കണക്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വിരസതയുണ്ട് അവർക്ക്. ഓക്കെ, ഭയങ്കരമായിട്ടൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് കൊടുക്കും. മെൻ്റൽ ക്ലാരിറ്റി കിട്ടണില്ല അവർക്ക്. മേ ബി നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ആ ക്യാരക്ടർ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. അതായത് അവർക്കൊരു ക്യാരക്ടർ ഉണ്ട്, ആ സ്വഭാവത്തെ മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം അതുകൊണ്ടായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ആക്ഷനിൽ ഇതിലൊരു ചേഞ്ച് ഉണ്ടാവില്ല. ഈ സിറ്റുവേഷൻ അവരങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത്. അപ്പം യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമോ നിങ്ങളുടെ കാര്യത്തിൽ? നിങ്ങൾക്കൊരു സ്ട്രഗിളിങ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ, ഇതിൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ വരുന്നത്? ഹെർമിറ്റ് ഉണ്ട്, ഹൈ പ്രീസ്റ്റസ് ഉണ്ട്,
പവർ കാർഡും വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിങ്ങളുടെ ഈ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന ആക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കുമ്പം ഈ പേഴ്സൺ എന്തായാലും ചേഞ്ച് ഉണ്ടാവില്ല. ഈ പേഴ്സൺ ഇങ്ങനെ തന്നെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യും, നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ ഉണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇത് മനസ്സിലാക്കിപ്പിക്കുക, എന്നിട്ട് നിങ്ങളെ ഒന്ന് പവർ ആക്കി എടുക്കുക, നിങ്ങളെ സ്റ്റെബിലിറ്റി ആക്കി എടുക്കുക. ഓക്കെ, ഈ കാർഡ് കണ്ടോ, ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആക്കി എടുക്കുക. ഓക്കെ, പല കാര്യങ്ങളിലും സ്ട്രോങ് ആക്കുക, പവർ ആക്കുക, ആക്റ്റീവ് ആക്കി എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക. അതാണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പം ഒരു കാർമിക് റിലേഷൻഷിപ്പൊക്കെ ആയിരിക്കും. അതായത് നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു സോൾ ആയിരിക്കാം ഇത്. അതുകൊണ്ടായിരിക്കാം ആ സോളിന് നിങ്ങളുടെ ഈ ഒരു ഫീലിങ്സും കാര്യങ്ങളും അത്രത്തോളം അങ്ങോട്ട് എഫക്റ്റ് ചെയ്തെടുക്കാത്തതോ, അല്ലെങ്കിൽ അവർ അങ്ങനെ വായും കൊണ്ട് മനസ്സിലാക്കിയെന്ന് പറയുകയാണെങ്കിൽ പോലും അവരുടെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരാൻ സാധിക്കാത്തത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ ഹെർമിറ്റ് വരുമ്പോഴും നിങ്ങളെ തളർത്തിയിട്ട് അവിടെ നിന്നും നിങ്ങളെ പവർഫുള്ളാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ കൂടി ഉണ്ടാകും. അവർ ജെനുവിനാണ്, അവരുടെ സ്നേഹവും ജെനുവിനാണ്, പക്ഷെ അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അതിനൊരു ചേഞ്ച് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് സംഭവിക്കും എന്നുള്ളതും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.